കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് നൽകിയ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കിടുങ്ങിയിരിക്കുകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ. അതിലൊന്ന് ഇറാനാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇസ്രയേൽ ലോകത്തെമ്പാടുമുള്ള അവരുടെ ശത്രു രാജ്യങ്ങളിലും ഒപ്പം തന്നെ ഭീകര സംഘടനകളുമൊക്കെ അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകളെ ചാരന്മാരായി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇറാൻ ഇത് ഭയപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഇറാനിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടുതലാണ്, സൈന്യത്തിലും മറ്റും, അതും മധ്യ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ എന്നുള്ള ആശങ്ക ഇറാൻ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. അതുമാത്രമല്ല, ഹനിയെ വധിച്ചതിന് പിന്നിലും ഈ ഇറാനിലുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ലഭിച്ചിരുന്നു എന്നൊരു കണ്ടെത്തലുമുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്, ഇറാന്റെ സേനയ്ക്കുള്ളിലുള്ള ഇസ്രയേൽ ചാരന്മാരെ കണ്ടെത്താനായിട്ട്. ഏതായാലും ലോകത്തെമ്പാടുമുള്ള അവരുടെ ശത്രു രാജ്യങ്ങളിൽ അവിടെ നിന്നുള്ളവരെ തന്നെ ചാരന്മാരാക്കുന്ന ഒരു രീതിയാണ് മൊസാദിനുള്ളത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചാരന്മാർ പ്രവർത്തിക്കുന്നത് ഇറാനിലാണ് എന്ന് തന്നെ ഇത് മുൻപ് വന്നൊരു റിപ്പോർട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ ലെബനനിലടക്കം ഇസ്രയേൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഇറാൻ വീണ്ടും ഇത്തരത്തിലേക്ക് നീങ്ങുന്നത്. കാരണം ആരെ വിശ്വസിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരു സാഹചര്യം. ഏതായാലും ഇസ്രയേൽ അവരുടെ ശത്രു രാജ്യങ്ങളെ ഏതൊക്കെ തരത്തിലാണ് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് എന്നുള്ളത് ഈ ഒരു ഒറ്റ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.